ഹലോ ഗായ്സ്, ഇന്നൊരു ക്യൂട്ട് കാർഡാണ് ഉണ്ടാക്കുന്നത്. അതിന് ഞാൻ എടുത്തേക്കുന്ന പേപ്പറിൽ 4 സൈഡ് വന്ന് കർവ് ചെയ്ത് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ സൈഡിൽ കൂടെ ഒരു ബോർഡർ ലൈൻ ബ്ലാക്ക് വെച്ചിട്ടൊന്ന് ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്കൊരു പിക്ചർ വേണം. ആ പിക്ചർ ഞാൻ ഗൂഗിളിൽ നിന്ന് കണ്ടുപിടിച്ചതാണ് കേട്ടോ. ഒരു ബണ്ണിയുടെ ഷേപ്പുള്ള ഒരു പിക്ചറാണ് മതി. അതിന് മേലൊന്ന് വൈറ്റ് പേപ്പർ വെച്ച് ഒട്ടിച്ചാൽ നമുക്ക് ഇതുപോലത്തെ കാർഡ്സൊക്കെ ഉണ്ടാക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പിക്ചേഴ്സ് എടുക്കാം. എന്ത് റിലേറ്റഡ് ആയിട്ടാണ് കൊടുക്കുന്നത് അതനുസരിച്ച് വരച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ഇതിനൊന്ന് കളർ ചെയ്ത് കൊടുക്കാം. ഞാനിതിൻ്റെ സൈഡിൽ റോസ് കളറും സെൻറ്ററിൽ പിങ്ക് കളറുമായിട്ടാണ് കൊടുക്കുന്നത്. അത് കുറച്ചുകൂടെ ഭംഗിയായിരിക്കും. അപ്പോൾ ബാലൻസ് നമ്മുടെ ഗ്രീൻ കളറ് അതിലൊന്ന് അടിച്ചു കൊടുക്കാം. ഇനി ചുറ്റിലും ഉള്ളതിൽ ഞാൻ യെല്ലോ കളറാണ് കൊടുക്കുന്നത്. പിന്നെ നമ്മുടെ ഹാർട്ടിന് റെഡ് കളർ. അപ്പോൾ നമ്മൾ കളറിങ് പരിപാടി കഴിഞ്ഞ് കട്ട് ചെയ്യണം. കട്ട് ചെയ്യുമ്പോൾ നമ്മളതിൻ്റെ ബോർഡർ ലൈൻ ഒന്ന് നീക്കിയിട്ട് വേണം കട്ട് ചെയ്യാൻ. അതാണ് കുറച്ചുകൂടി ഭംഗി. ഇനി നമുക്കിത് രണ്ടും കൂടെ ഒന്ന് ഒരുമിച്ച് ഒട്ടിക്കണം. അതിന് നിങ്ങൾക്ക് ഡബിൾ ടേപ്പ് ഉണ്ടെങ്കിൽ അതായിരിക്കും എളുപ്പം. കുറച്ച് പൊങ്ങിയിരിക്കാനായിരിക്കും കാണാൻ രസം. അപ്പോൾ എൻ്റെ കയ്യിൽ അതില്ലാത്തതുകൊണ്ട് ഞാൻ പേപ്പർ വെച്ച് ഒട്ടിക്കുകയാണ് ചെയ്യുന്നത്. അപ്പം നമ്മൾ ഒട്ടിക്കൽ പരിപാടിയൊക്കെ കഴിഞ്ഞു. ഇനി നമുക്ക് എഴുതാനാണുണ്ട്. അപ്പോഴാണ് ഞാൻ ശ്രദ്ധിച്ചത് നമ്മുടെ ബണ്ണിക്ക് എന്തോ കുറവുണ്ട്. അതുകൊണ്ട് ഞാൻ കുറച്ച് ബ്ലഷ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ കുറച്ചുകൂടെ ഭംഗിയായി തോന്നുന്നു. അപ്പോൾ നമുക്കിനി എഴുതി കൊടുക്കാം. എന്ത് റിലേറ്റഡ് ആയിട്ടാണോ നിങ്ങൾ കാർഡ് കൊടുക്കുന്നത് അത് എഴുതുക. ഇപ്പോൾ എൻ്റെ കയ്യിൽ കാലിഗ്രഫിയുടെ പെന്നൊന്നുമില്ല, സാധാരണ പേന വെച്ചിട്ടാണ് എഴുതുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒന്ന് കളർ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ കുറച്ചുകൂടെ ഭംഗിയാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതിൻ്റെ സൈഡിൽ നിന്ന് ഡെക്കറേറ്റ് ചെയ്യാം. അപ്പം ഞാൻ കുറച്ച് ഹാർട്ട്, 2 വലിയ ഹാർട്ടും പിന്നെ ബാലൻസ് കുഞ്ഞ് ഹാർട്ടുകളുമായിട്ടാണ് വരയ്ക്കുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ കാർഡ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.